ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ലോട്ടസ് ടെമ്പിളിൽ നിന്ന് നേരെ എങ്ങനെയാണ് വരുന്നതെന്നറിയോ? ഇത് ഒരു ഡ്രസ്സ് കടയുണ്ട്. ഇതൊരു മാളൊന്നുമല്ല, മാളെന്നാണ് എൻ്റെ വിചാരി. മാളൊന്നല്ല കേട്ടോ, ഇത് ഒരു അടിപൊളി ഡ്രസ്സ് കടയാണ്. എന്ത് ഭംഗിയാണെന്നോ ഡ്രസ്സും അതിൻ്റെ അകത്തുള്ള ആ ഒരു ആംബിയൻസൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. പക്ഷേ ഉണ്ടല്ലോ, പുടുത്ത മുട്ട റേറ്റാ, ഒന്നും പറയാനില്ല. ഒരു എന്താ പറയുക, എടുക്കാനൊന്നും കാശില്ലാത്തവരുടെ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരിയും ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പിന്നെ വരാം എന്നൊക്കെ ഹിന്ദിയിൽ തട്ടിവിട്ടിട്ട് വേഗം ഇങ്ങോട്ട് പോന്നു. നമ്മൾക്ക് വിശക്കണുണ്ട്, ഉച്ച സമയം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയതേ എവിടേക്കാന്ന് വെച്ചാൽ, ഇതൊക്കെ നോക്കാം, നമ്മളിങ്ങനെ നടക്കണം. യൂബർ വിളിച്ചിട്ടുണ്ട്, ആ യൂബറിൻ്റെ കാത്തിരിങ്ങനെ നടക്കുക. എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനല്ലേ, എന്തൊരു ഭംഗിയാടോ. പിന്നെ അങ്ങനെ നമ്മൾ യൂബറിൽ എവിടെയൊക്കെ പോകണമെന്നറിയോ? ഒരു തമിഴ്നാട് ഹോട്ടലുണ്ട്. തമിഴ്നാട്ടുകാരുടെ ഒരു ഹോട്ടലാത്രേ. ഉച്ചയ്ക്ക് ഇടയ്ക്ക് അവിടെ നിന്ന് പോയി ഭക്ഷണം കഴിക്കലുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമ്മൾ 2-3 പ്രാവശ്യം കേരള ഹൗസിലേക്കല്ലേ പോയത്, അങ്ങോട്ടൊന്ന് പോകാൻ വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് യാത്ര പോകാം കേട്ടോ. കുറച്ചൊന്ന് ഓടാനുണ്ടെന്ന് പറഞ്ഞു. എന്നാലും സാരമില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ ബ്ലോക്ക് കാരണം എന്താവോ എന്തോ, എങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ കൂടെ പോണത്. ഒരു അഭിവാദ്യം പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. ഇവിടെ കാരണം എന്താ, മറ്റോടത്തുണ്ടാവും രാഷ്ട്രപതി ഭവനും, ഇപ്പുറത്തെന്താ ഇന്ത്യ ഗേറ്റും. അപ്പോൾ പിന്നെ അഭിവാദ്യമുള്ള നമ്മൾ പറയുക. എന്താ നീറ്റ്നെസ്സും ഭംഗിയില്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോണ വെയിലാണ്. അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ. എന്നാലും മാക്സിമം ഞാൻ ഇറങ്ങിക്കുന്നു കേട്ടോ. അങ്ങനെ റൂട്ടൊക്കെ മാറി ഇങ്ങടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, ഫുട്പാത്തും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇടയ്ക്ക് വന്ന് കഴിക്കണ ഹോട്ടലാണ്. അവിടെ മലയാളീസും പിന്നെ തമിഴന്മാരും അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഹിന്ദിക്കാരല്ലാണ്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതാണ് ആ ഹോട്ടൽ കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മളിവിടെ എത്തി. ഇതാണ്, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, തമിഴ്നാട് ഹൗസ് എന്ന് പറഞ്ഞത്. തമിഴ്നാടു ഹൗസ്. ഇത് കണ്ട് ഇവിടെയൊക്കെ വലിയ വലിയ VIP വന്ന് താമസിക്കുന്നത് അത്ര, ആ ഒരു ഏരിയ. ഇതിൻ്റെ പുറകിൽ കൂടെ ഇങ്ങനെ പോകണം, അവിടെയാണ് റെസ്റ്റോറൻറ്റ്. പുറകിൽ കൂടെ ഇങ്ങനെ പോയ ഈ സ്റ്റെപ്പ് കയറിയാൽ ഈ റെസ്റ്റോറൻറ്റ് കേട്ടോ. പിന്നെ കൈയൊക്കെ കഴുകി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി പറഞ്ഞു. എൻ്റെ ചിക്കൻ ബിരിയാണി പറഞ്ഞു, ഞാൻ ചിക്കൻ ബിരിയാണി പറഞ്ഞു. പിന്നെന്താ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മാഷാ അല്ലാ, ഒന്നും പറയാനില്ല. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുന്നു ഇനിയിപ്പോൾ ഇവിടുത്തെ എന്തായിരിക്കും ടേസ്റ്റ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഡൽഹിയിലത്തെ ഒന്നും എനിക്ക് ഇഷ്ടാവണില്ല എന്ന്. കേരള ഹൗസിലത്തെ ആ മട്ടരിച്ചോറും കുത്തരിച്ചോറൊക്കെ അല്ലാണ്ട് മറ്റൊന്നും എനിക്ക് പറ്റണില്ലടോ. പക്ഷേ ഇതുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ കായച്ചാറൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കി എങ്ങനെ ഉണ്ട് നോക്കാൻ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഒരു ചിക്കൻ പൊരിച്ചതും പറഞ്ഞു, ഒരു ചായയും പറഞ്ഞു. ഞാൻ എൻ്റെ ബിരിയാണിത്തെ പീസൊക്കെ വിഷിനിട്ട് കൊടുത്തു വേഗം. കാരണം ചിക്കൻ പൊരിച്ചത് കൂട്ടി കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇവിടെ വന്ന് കഴിച്ചോളുകൊണ്ടു ഡൽഹി പോണവരൊക്കെ. എന്തായാലും ചായ അടിപൊളി, അതിക്ക് പഞ്ചസാര നമ്മൾ തന്നെ ഇടണം. എന്നാലും ശരി, നല്ല ചായ. അത് കഴിഞ്ഞ് ബില്ല് കൊടുക്കണോടത്തൊക്കെ ഇതുണ്ട്, ഇങ്ങനെ സ്ത്രീകളാണ്, അവരാണ് ഇത് വാങ്ങുക. പിന്നെ 20 രൂപയൊക്കെ ഉണ്ടോ, ആ പാക്ക് വേണമെങ്കിൽ പാക്ക് വാങ്ങി കഴിക്കട്ടോ. ഇവിടെ മൊത്തം മനുഷ്യന്മാർ പാക്കും മറ്റേതും മറിച്ചതും കഴിച്ചും കൊണ്ടാ. കണ്ടില്ലേ, തമിഴ്നാട് ഹൗസിൽ നിന്ന് അവിടുന്ന് നമ്മൾ പോന്നു. പിന്നെ ഉഷിന് എന്തൊക്കെയോ കുറച്ച് പർച്ചേസിങ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും സരോജിനി മാർക്കറ്റിൽ തന്നെ പോയി. പക്ഷെ കാര്യമായിട്ട് പറഞ്ഞ പോലെ ഒന്നും വാങ്ങിയില്ല കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോഴും ഞാൻ എന്തൊക്കെയൊക്കെയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മനുവിന് ബർമൂടയൊക്കെ ഞാൻ കാര്യമായിട്ട് നോക്കിയിരുന്നത്. അങ്ങനെ പിന്നെ എന്താ, അവിടുന്ന് 4 മണിയായി നമ്മൾ റൂമിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, ഈ സരോജിനി മാർക്കറ്റ് എപ്പോഴും തിരക്കുള്ള ഒരു സംഭവമാണെന്ന്. എപ്പോഴും തിരക്കുള്ളൊരു സംഭവമാണ് സരോജിനി മാർക്കറ്റ്. പല ഭാഷയും ദേശവും ഒക്കെ കണ്ടു. ഈ ആഫ്രിക്കക്കാരിൻ്റെ കൂടെ ഉഷിനെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിക്കുക. എന്നെ ശരിക്കും കണ്ടപ്പോൾ ഒരു ആഫ്രിക്കയെ തോന്നുന്നു. ഉഷിനെ കുറച്ചൊന്നല്ല അപമാനിക്കണത്, എന്നാലും സാരല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, റൂമിലെത്തിയപ്പോഴേക്കും 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ബ്ലോക്കിൽ നിന്ന് അങ്ങോട്ട് എത്തി കിട്ടുമ്പോഴേക്കും 4 അല്ല 6 മണിനെ ആവും, അത്ര ബ്ലോക്കാണ്. കണ്ടില്ലേ, എന്ത് ബ്ലോക്കാണോ. എങ്ങനെയോ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങുക. അങ്ങനെ റൂമിലെത്തിയിട്ട് ഉള്ളിവടയാണിത്. ശരിക്കും വലിയ ഉള്ളി മാവിൽ മുക്കി പൊരിച്ചിക്കുക, അതന്നെ ഇവിടുത്തെ ഉള്ളിവട.
കൊള്ളൂല പറഞ്ഞാൽ കൊള്ളൂല, കണ്ടില്ലേ, ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ ഉഷേനെ പേടിച്ചിട്ട് ഞാൻ തിന്നു, കാരണം ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണതല്ലേ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും. പച്ചമുളകില്ലാത്തൊരു ജീവിതമല്ല ഇവിടെ എനിക്ക്. അപ്പോൾ എന്തായാലും ഇത് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ചിക്കനല്ല, പനീറാണ്, പനീർ മസാലയാണ് കേട്ടോ. എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം. ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു. ആപ്പിളും മുറിച്ച് കഴിച്ചു കേട്ടോ, ഒക്കെ കഴിഞ്ഞിട്ട്.